ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. മനുഷ്യർ ഈ പണിയൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. ഒന്ന് നേരത്തെ എണീറ്റ് സഹായിക്കാം. അതുമില്ല, എല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യണം. എത്ര നേരമായി വിളിക്കുന്നത്? എന്തെങ്കിലും ഒരു അനക്കണ്ടോ? രണ്ടും നന്ന്. അതിനെങ്ങനെയാ? രാത്രി വൈകിയല്ലേ കിടക്കുക. എത്ര നേരത്തെ കിടക്കാൻ പറഞ്ഞാലും കേൾക്കൂല. അച്ഛോ, എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ശരിയാക്കി തരാം രണ്ടെണ്ണത്തിൽ. എത്ര നേരമായി രണ്ടിനും ഞാൻ വിളിക്കുന്നത് കണ്ടോ? ഇത്രയും ഞാൻ അവിടെ കിടന്ന് കൂവി വിളിച്ചിട്ടും രണ്ടും കിടക്കണുണ്ടല്ലേ. എനിക്ക് എണീക്കടാ, എണീക്കടാ. എന്തിനാ രാവിലെ തന്നെ കുട്ടികളങ്ങനെ അടിച്ചു വേഗാക്കണേ? ഈ അങ്ങോട്ട് പോയാ ഓരോ ഞാൻ വിളിച്ചോളാം. സ്കൂള് പൂട്ടിയതാണ് ബാക്കിയുള്ളവന്റെ കഷ്ടപ്പാട്. പൊന്നോ അച്ഛോ, അച്ഛന്റെ കുട്ടികളെ നീറ്റാണി. ഇങ്ങോട്ട് പോരി പോരി പോരി. വാ 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 വാ. വന്നാ വന്നാ മെല്ലെ മെല്ലെ മെല്ലെ. അത് നടന്നാ. എന്താ അത് രാവിലെ തന്നെ അടി വാങ്ങാനായിട്ട് നിക്കണോ? ഓ, എത്ര നേരായി പല്ല് തേക്കാൻ പറഞ്ഞിട്ട്. രണ്ടും കൂടി ഇരിക്കണ ഇരുത്തം കണ്ടില്ലേ? പല്ല് തേക്ക് പോയിട്ട്. അമ്മ അല്ലാതെ പറയൊന്നും വേണ്ട. ചെറുപ്പത്തിൽ ചോറിനുമ്പോഴും ചായ അടിക്കുമ്പോഴും ഞങ്ങൾക്ക് ഫോൺ തന്നെ ശീലിച്ച അമ്മ തന്നെയല്ലേ. എന്നിട്ടിപ്പോ ഞങ്ങളെ കുറ്റം പറയാ? ശരിയാ, നേട്ടം പറഞ്ഞ ശരിയാ. പൊന്നുട്ടി, ഈ വല്ലാതെ അവനെ കൂട്ടുപിടിക്കണ്ട കേട്ടോ. അച്ഛൻ ഞങ്ങള് പറഞ്ഞു കൊടുക്കാൻ. അതിന് അമ്മ അച്ഛൻ എന്നാ വരിക? അത് അച്ഛോ പൊന്നോ, എന്തൊക്കെയാ അങ്ങ കരണ്ട്? സുമേ ഇജ്ജെന്നാ പോവാൻ നോക്ക്. എന്തൊക്കെയാ അങ്ങക്ക് അറിയേണ്ടത്? അച്ഛൻ പറഞ്ഞുതരാലോ. അച്ഛൻ എന്നാ വരിക? ആ, അതൊക്കെ അച്ഛൻ പറഞ്ഞുതരാം കേട്ടോ. ഇല്ലേക്ക് വേണ്ട ചളി. മാവിന്റെ ചോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കട്ടോ. അങ്ങൊക്കെ ഉണ്ടാവും നോക്കാലോ. അമ്മ പോവാണേ. ചോറും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിക്കണേ. അച്ഛനെ നോക്കണം കേട്ടോ. ശരി അമ്മേ. അമ്മ എന്തിനാ സങ്കടപ്പെട്ടെ? അതൊക്കെ അച്ഛൻ പറഞ്ഞു തരാട്ടോ. നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് പാടത്തൊക്കെ ഒന്ന് പോവാം. അവിടെ നിന്ന് ഇങ്ങനെ അച്ഛൻ ഓരോ കഥകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അമ്മ എന്തിനാ ഞങ്ങളെ എന്നും ഇങ്ങനെ അടിക്കണത്? അതൊന്നും സാരല്ല. അത് നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കാഞ്ഞിട്ടല്ലേ. രാവിലെ നേരത്തെ എണീക്കുക, പല്ല് തേക്കുക, അമ്മേനെ അടുക്കളയിൽ പോയി സഹായിക്കുക. ഇങ്ങനെയൊക്കെ അല്ലേ നല്ല കുട്ടികൾ ചെയ്യുക. ഈ മൊബൈലിൽ കുത്തി കളിച്ച് നിൽക്കണ നേരം കൊണ്ടിട്ട് ആ പാടത്തും പറമ്പിലൊക്കെ ഒന്ന് പോവുക, അവിടെയൊക്കെ കുട്ടികളെ കൂടുതൽ കൂടി കളിക്കുക. ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത്. എപ്പോഴാ നമ്മള് കളിക്കാൻ പോവുക? വൈകുന്നേരം പോകണം. നമ്മളെല്ലാ കുട്ടികളെ കൂടുതലും എന്തൊക്കെ കളികളുണ്ട് കളിക്കാൻ. അല്ലാതെ ഇങ്ങനെ ഏത് നേരം മൊബൈലിൽ ഇങ്ങനെ കുത്തി കളിക്കുക. കുട്ടികളൊക്കെ മൊബൈലിൽ കളിക്കണ്ടല്ലോ. അപ്പൊ അച്ഛാ എല്ലാരും പറയുന്നുണ്ടല്ലോ മൊബൈലിൽ കാണുന്നോണ്ട് ദോഷാണ്. ശരിയാ? അതൊക്കെ അച്ഛൻ പറഞ്ഞു തരാട്ടോ. കൊടും വേനലില് ഞാനും എൻ്റെ ചങ്ങായിമാരും കൂടി വന്നിട്ട് ഇതിലെ വെള്ളം പറ്റുമ്പം എത്ര മീനുകൾ പിടിച്ചിട്ടുണ്ട് എന്നറിയാമോ? അച്ഛാ, ഞങ്ങള് സ്കൂളിൽ പോകുമ്പോഴേ കുറച്ച് ഏട്ടന്മാര് ഫോണ് കാണാറുണ്ട്. ഒരു ഞങ്ങളും കൂടി വിളിക്കും ഫോൺ കാണാൻ. അതെയോ? അങ്ങോട്ടൊന്നും പോകരുത് കേട്ടോ. അതിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞോക്ക് നാളെ ആശുപത്രി കൊണ്ടുപോയി ഓർമ്മ, കണ്ണാശുപത്രിയിൽ
ഓൾക്ക് കണ്ണട വെച്ചില്ല അപ്പോൾ എന്തുകൊണ്ടാ ഓൾ എന്നും ഇങ്ങനെ മൊബൈലിൽ കളിക്കുക മൊബൈലിൽ കളിച്ച് കണ്ണിന് ലേശം കാഴ്ച കുറവ്. അപ്പോൾ ഓൾ എത്ര ചെറിയ കുട്ടിയാണ്, അപ്പോൾ വലുതാകുമ്പോഴേക്കും ഇനിയിപ്പോൾ എന്താവും സ്ഥിതി. അതുകൊണ്ടാണ് നിങ്ങളോട് മൊബൈലിലൊന്നും കളിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. അമ്മ ചീത്ത പറയണതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നാളെ മുതൽ എന്താ ചെയ്യേണ്ടത്? മൊബൈൽ നോക്കാതെ നല്ല കുട്ടികളായിട്ട് പുസ്തകം എടുത്ത് വായിക്കുക, അമ്മേനെ സഹായിക്കുക, പാടത്തും പറമ്പിലൊക്കെ നടക്കുക, കുട്ടികളെ കൂടുതൽ ക്രിക്കറ്റും പന്തൊക്കെ കളിച്ചിങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനല്ല നല്ല കുട്ടികൾ അങ്ങനല്ലേ? അപ്പം ഇനി മൊബൈൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മൊബൈലിന് ഇതിലും വലിയ അപകടങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അച്ചച്ച എപ്പോഴല്ലടാ കണ്ണടക്കാൻ തുടങ്ങിയത്? അച്ചച്ചൻ വയസ്സായതിൻ്റെ ശേഷം കണ്ണടച്ചത്. അല്ലേ? എൻ്റെ മക്കള്